നമസ്കാരം, ഞാൻ ഷോണിമ. അൽ ഹിലാൽ ഹോസ്പിറ്റൽസ് ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ് അവതരിപ്പിക്കുന്ന BMC ന്യൂസ് ലൈവിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ നിന്നുള്ള വാർത്തകൾ. ബഹ്റൈൻ ഫിലിം ഫെസ്റ്റിവലിന്റെ 4ാം പതിപ്പ് നവംബർ 3 മുതൽ 8 വരെ നടക്കും. 23 അറബ് രാജ്യങ്ങളിൽ നിന്ന് മൊത്തം 89 ചിത്രങ്ങളാണ് ഇത്തവണ. ഫെസ്റ്റിവലിന്റെ ഔദ്യോഗിക മത്സരം 5 പ്രധാന വിഭാഗങ്ങളിലായി തിരിച്ചിട്ടുണ്ട്. ബഹ്റൈൻ ഫിലിം ക്ലബ്ബുമായി സഹകരിച്ച് സംഘടിപ്പിക്കുന്ന മനാമ ക്യാപിറ്റൽ ഓഫ് അറബ് മീഡിയ എന്ന പരിപാടിയുടെ ഭാഗമായി നവംബറിൽ സെലിബ്രേറ്റ് ഓഫ് ഫിലിം മേക്കിംഗ് എന്ന പ്രമേയം ഉൾക്കൊള്ളുന്ന മേളയുടെ 4ാമത്തെ പതിപ്പ് സംഘടിപ്പിക്കും. ഇൻഫർമേഷൻ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടെ നടക്കുന്ന ഈ ഫിലിം ഫെസ്റ്റിവലിൽ അറബ് ഗൾഫ് ചലച്ചിത്ര പ്രവർത്തകരുടെ വിപുലമായ പങ്കാളിത്തം പ്രതീക്ഷിക്കുന്നു. സിനിമാ പ്രദർശനങ്ങൾ കൂടാതെ ശില്പശാലകളും സെമിനാറുകളും സംഘടിപ്പിക്കുമെന്നും സംഘാടകർ അറിയിച്ചു. IYCC ബഹ്റൈൻ ഗുദേബിയ ഹൂറ ഏരിയ കമ്മിറ്റിയുടെ ഏരിയ കൺവെൻഷനും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനാഘോഷങ്ങളും സദ്ഭാവന ദിവസ് എന്ന പേരിൽ വിപുലമായി സംഘടിപ്പിച്ചു. വയനാട്ടിൽ സംഭവിച്ച ഉരുൾപൊട്ടലിലും മലയിടിച്ചിലും ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ആരംഭിച്ച യോഗത്തിന് ഗുദേബിയ ഹൂറ ഏരിയ സെക്രട്ടറി സൈജു സെബാസ്റ്റ്യൻ സ്വാഗതം ആശംസിച്ചു. ഏരിയ പ്രസിഡന്റ് സജിൽ കുമാറിന്റെ അധ്യക്ഷതയിൽ IYCC ബഹ്റൈൻ ദേശീയ പ്രസിഡന്റ് ഷിബിൻ തോമസ് യോഗം ഉദ്ഘാടനം ചെയ്തു. ഏരിയ കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദേശീയ കമ്മിറ്റിയുടെ പിന്തുണ അദ്ദേഹം വാഗ്ദാനം ചെയ്തു. IYCC ദേശീയ കമ്മിറ്റിയുടെ വയനാട് അതിജീവന പദ്ധതികൾക്ക് ഏരിയ കമ്മിറ്റിയുടെ പിന്തുണ ദേശീയ പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. ദേശീയ ജനറൽ സെക്രട്ടറി രഞ്ജിത്ത് മാഹി, ദേശീയ ട്രഷറർ ബൻസി ഗന്യൂഡ്, IYCC ബഹ്റൈൻ മുൻ പ്രസിഡന്റ് ജിതിൻ പരിയാരം, വൈസ് പ്രസിഡന്റ് ഷംഷാദ് കാക്കൂർ, ജോയിന്റ് സെക്രട്ടറി രാജേഷ് പന്മന, വിവിധ ഏരിയ കമ്മിറ്റി ഭാരവാഹികൾ, നേതാക്കൾ തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. മുൻ ദേശീയ പ്രസിഡന്റ് ഫാസിൽ വട്ടോളി മുഖ്യ പ്രഭാഷണം നടത്തി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രാജ്യത്തിനായി നൽകിയ സംഭാവനകൾ അദ്ദേഹം വിശദീകരിച്ചു. ഗുദേബിയ ഹൂറ ഏരിയയിലെ പുതിയ അംഗങ്ങൾക്ക് ചടങ്ങിൽ വെച്ച സ്വീകരണം നൽകി. വിവിധ ഏരിയ കമ്മിറ്റികളിൽ നിന്നുള്ള ഭാരവാഹികൾ സന്നിഹിതരായിരുന്നു. ജോയിന്റ് സെക്രട്ടറി സിദ്ദിഖ് നന്ദി രേഖപ്പെടുത്തി. സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റിയിൽ ഓണോത്സവം 2024 ഭാഗമായി സംഗീത റെസ്റ്റോറന്റുമായി ചേർന്ന് പായസ മത്സരവും തിരുവാതിരക്കളിയും സംഘടിപ്പിച്ചു. സൊസൈറ്റി അങ്കണത്തിൽ നടന്ന മത്സരത്തിൽ നിരവധി മത്സരാർത്ഥികളാണ് പങ്കെടുത്തത്. മികച്ച മത്സരം കാഴ്ചവെച്ച തങ്കകുമാർ, സൗമ്യ സതീഷ്, അശ്വിനി അരുൺ എന്നിവർക്ക് സംഗീത റെസ്റ്റോറന്റ് ഏർപ്പെടുത്തിയ സമ്മാനങ്ങൾ പായസ മത്സരം വിധികർത്താക്കളായി എത്തിച്ചേർന്ന പ്രശസ്ത ഷെഫ് UK ബാലൻ, ബഹ്റൈനിൽ വിവിധ പാചക മത്സരങ്ങളിൽ വിജയിയായിരുന്ന മായ ഉദയകുമാർ എന്നിവർ ചേർന്ന് നൽകി. തുടർന്ന് ശുഭ അജിത്തിന്റെ നേതൃത്വത്തിൽ സൊസൈറ്റി വനിതാവേദി പ്രവർത്തകർ സംഘടിപ്പിച്ച തിരുവാതിരയും അരങ്ങേറി. കുടുംബാംഗങ്ങളും കുട്ടികളും അടക്കം നിരവധി പേർ പങ്കെടുത്ത ചടങ്ങിൽ സൊസൈറ്റി ചെയർമാൻ സനീഷ് കുറുമുള്ളിൽ അധ്യക്ഷത വഹിച്ചു. സൊസൈറ്റി സെക്രട്ടറി ബിനുരാജ് രാജൻ സ്വാഗതവും എന്റർടൈൻമെന്റ് സെക്രട്ടറി ബിനുമോൻ നന്ദിയും രേഖപ്പെടുത്തി. ഓണോത്സവം 2024 ജനറൽ കൺവീനർ അജിത് പ്രസാദ് പരിപാടികൾ നിയന്ത്രിച്ചു. ഓണാഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് വരും ദിവസങ്ങളിൽ അത്തപ്പൂക്കള മത്സരം, കൈകൊട്ടിക്കളി, കുട്ടികളുടെ ഓണാഘോഷ പരിപാടികൾ എന്നിവ ഉണ്ടായിരിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. യുണൈറ്റഡ് നഴ്സസ് ഓഫ് ഇന്ത്യ ബഹ്റൈൻ ബീറ്റ് ദ ഹിറ്റ് പരിപാടിയുടെ ഭാഗമായി സൽമാനിയ ഹൂറ, അദ്ലിയ, ഉമലസം, മനാമ, റിഫ, ജുഫൈർ, ടുബ്ലി എന്നിവയുൾപ്പെടെ വിവിധ സ്ഥലങ്ങളിലുള്ള ഔട്ട്ഡോർ തൊഴിലാളികൾക്ക് എത്തിച്ചേരുകയും കഠിനമായ ചൂടിനെ ചെറുക്കുന്നതിന് നിർണായക പിന്തുണയും ആവശ്യമായ കിറ്റുകളും വിതരണം ചെയ്യുകയും ചെയ്തു. ലൈറ്റ്സ് ഓഫ് കൈൻഡ്നസ് സ്ഥാപകൻ സയ്യിദ് ഹനീഫ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രതിനിധികളായി വൈസ് പ്രസിഡന്റ് അനു ഷജിത്, സെക്രട്ടറി ലിത മറിയം, പ്രോഗ്രാം കമ്മിറ്റി മെമ്പേഴ്സായ ഹരി, ഷേർലി, അപർണ, സുജി, എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പേഴ്സായ അർച്ചന, ഡോൺ എന്നിവരും പങ്കെടുത്തു. ശ്രീനാരായണ കൾച്ചറൽ സൊസൈറ്റിയുടെ ബഹ്റൈൻ മന്ത്രാലയത്തിന്റെ അംഗീകാരം ലഭിച്ച പ്രധാന ഉപവിഭാഗമായ ഗുരു സ്വാന്തനം ഉപദേശക സമിതിയുടെ 2024-25 കാലയളവിലേക്കുള്ള പ്രവർത്തന സമിതി ഉദ്ഘാടനം SNCS ഓഡിറ്റോറിയത്തിൽ യുണീക്കോ കമ്പനി ഗ്രൂപ്പിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് മാനേജറും സാമൂഹ്യ പ്രവർത്തകനുമായ ജയശങ്കർ വിശ്വനാഥൻ നിർവഹിച്ചു. ഗുരുസ്വാന്തനം ജനറൽ കൺവീനർ ശോഭി രാമകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സെക്രട്ടറി പ്രശാന്ത് KK സ്വാഗതം ആശംസിച്ചു. SNCS ചെയർമാൻ കൃഷ്ണകുമാർ D, ജനറൽ സെക്രട്ടറി ശ്രീകാന്ത് MS എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്ന് സംസാരിച്ചു. SNCS പ്രവർത്തന സമിതിയുടെ ഭാഗമായി വയനാട് ദുരന്തത്തിൽ നിരാലംബരായ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സഹായം 4 ലക്ഷം രൂപ ചടങ്ങിൽ വെച്ച് ചെയർമാൻ പ്രഖ്യാപിച്ചു. ഗുരുസ്വാന്തനം ജോയിന്റ് സെക്രട്ടറി സുരേഷ് ശിവാനന്ദൻ നന്ദി രേഖപ്പെടുത്തി. അക്ഷര സജീവൻ മുഖ്യ അവതാരകയായ ചടങ്ങിൽ കുട്ടികളുടെ നൃത്ത പരിപാടികളും അരങ്ങേറി. കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയ ചരിത്രത്തിലെ സമുന്നത നേതാക്കളായിരുന്ന P. കൃഷ്ണപിള്ള, C. അച്യുതമേനോൻ അനുസ്മരണം ബഹ്റൈൻ നവകേരള ഇന്ത്യൻ ക്ലബ്ബിൽ സംഘടിപ്പിച്ചു. P. കൃഷ്ണപിള്ള അനുസ്മരണം മുൻ ഇന്ത്യൻ സ്കൂൾ വൈസ് ചെയർമാനും പൊതുപ്രവർത്തകനുമായ R. പവിത്രൻ നടത്തി. C. അച്യുതമേനോൻ അനുസ്മരണം ബഹ്റൈൻ നവകേരള കോർഡിനേഷൻ കമ്മിറ്റി അംഗം SV ബഷീർ നിർവഹിച്ചു. കോർഡിനേഷൻ സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ഷാജി മൂത്തല, പൊതുപ്രവർത്തകരായ EA സലിം, രഞ്ജൻ ജോസഫ്,
നവകേരള കോർഡിനേഷൻ കമ്മിറ്റി അംഗങ്ങൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ എന്നിവർ നേതാക്കളെ അനുസ്മരിച്ച് സംസാരിച്ചു. ബഹ്റൈൻ നവകേരള പ്രസിഡന്റ് NK ജയന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ സെക്രട്ടറി AK സുഹൈൽ സ്വാഗതവും കോർഡിനേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറിയും ലോക കേരള സഭാംഗവുമായ ജേക്കബ് മാത്യു നന്ദിയും രേഖപ്പെടുത്തി. BMC ന്യൂസിൽ ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം ലോക വാർത്തകളിലേക്ക്. All your favorite products under one roof in Bahrain from our 14 branches at 27-year-old Megamart and Macromart. Bakery, fresh meat and fish, fruits and vegetables, sweets and snacks, ready-to-eat foods, dairy products, grocery or consumer goods. To have a wonderful shopping experience, please visit your nearest Megamart Macromart branch. Megamart and Macromart, full of goodness. BMC ന്യൂസിലേക്ക് വീണ്ടും സ്വാഗതം. ആഭ്യന്തര സർവീസുകൾക്കായി വിദേശ വിമാന കമ്പനികൾക്ക് അനുമതി നൽകി സൗദി അറേബ്യ. ആഗോള വ്യോമയാന നെറ്റ്വർക്കിൽ രാജ്യത്തിന്റെ സ്ഥാനമുയർത്തുക, ടൂറിസം സാധ്യതകൾ വർദ്ധിപ്പിക്കുക എന്നിവയുടെ ഭാഗമായാണ് നടപടി. സർവീസുകൾക്ക് ആദ്യമായി അനുമതി ലഭിക്കുക ബ്രിട്ടീഷ് വിമാന കമ്പനിയായ വിർജിൻ അറ്റ്ലാന്റിക്കിനായിരിക്കും. അടുത്ത തിങ്കളാഴ്ച റിയാദിൽ ഇതിനായുള്ള കരാറിൽ ഒപ്പുവെക്കും. വിർജിൻ അറ്റ്ലാന്റിക്കിന്റെ 51% ഓഹരികൾ ബ്രിട്ടീഷ് വ്യവസായിയായ റിച്ചാർഡ് ബ്രാൻഡന്റെയാണ്. 49 ഓഹരികൾ സിംഗപ്പൂർ എയർലൈൻസിന്റെ ഉടമസ്ഥതയിലുമാണ്. ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളം കേന്ദ്രീകരിച്ചാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. പോർട്ട് ബ്ലെയറിലെ വീർ സവർക്കർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്നുള്ള ആദ്യ അന്താരാഷ്ട്ര വിമാനത്തിന്റെ തീയതി പ്രഖ്യാപിച്ചു. ക്വാലാലംപൂരിലേക്കാണ് സർവീസ്. നവംബർ 16-നാണ് ആദ്യ അന്താരാഷ്ട്ര ഫ്ലൈറ്റ് ആരംഭിക്കുക. ഒരുപാട് നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അന്താരാഷ്ട്ര സർവീസ് സാധ്യമാകുന്നതെന്ന് ആൻഡമാൻ അസോസിയേഷൻ ഓഫ് ടൂർ ഓപ്പറേറ്റേഴ്സ് പ്രസിഡന്റ് മോഹൻ വിനോദ് പറഞ്ഞു. ഇതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എയറേഷ്യയുടെ വിമാനമാണ് നവംബർ 16-ന് പറന്നുയരുക. തങ്ങളെ സഹായിച്ചതിന് സർക്കാരിനോടും എയറേഷ്യയോടും നന്ദി പറയുന്നതായും വിനോദ് പറഞ്ഞു. ഇന്റർനാഷണൽ സർവീസുകളില്ലാത്ത
ഇല്ലാത്തത് പോർട്ട് ബ്ലെയറിലെ ടൂറിസത്തെ ബാധിച്ചിരുന്നുവെന്നും പുതിയ സർവീസ് വഴി കൂടുതൽ വിനോദസഞ്ചാരികൾ ഇവിടേക്ക് എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയിൽ പാചകവാതക വില വർദ്ധിപ്പിച്ചു. വാണിജ്യ സിലിണ്ടറുകൾക്ക് 39 രൂപയാണ് വർദ്ധിപ്പിച്ചത്. ഗാർഹിക പാചകവാതക വിലയിൽ മാറ്റമില്ല. കൊച്ചിയിൽ 19 കിലോ സിലിണ്ടറിന്റെ പുതിയ വില 1701 രൂപയായി. പുതിയ വില ഇന്നു മുതൽ നിലവിൽ വരും. വില കൂട്ടിയതോടെ 19 കിലോഗ്രാം വാണിജ്യ സിലിണ്ടറിന്റെ വില ദില്ലിയിൽ 1691.50 രൂപയായി വർദ്ധിച്ചു. 14 കിലോ ഗാർഹിക പാചകവാതകത്തിന് ദില്ലിയിൽ 803 രൂപയാണ്. ജൂലൈ 1-ന് വാണിജ്യ രൂപ സിലിണ്ടർ 1-ന് 30 രൂപ കുറച്ചിരുന്നു. ഓഗസ്റ്റിലെ വില നിർണ്ണയത്തിൽ 8.50 രൂപ കൂട്ടുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് സെപ്റ്റംബറിൽ 39 രൂപ വർദ്ധിപ്പിച്ചത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും റിപ്പോർട്ട് പുറത്തുവന്നതിനു ശേഷമുണ്ടായ വിവാദങ്ങളിലും പ്രതികരിച്ച് നടൻ മമ്മൂട്ടി. സിനിമാ മേഖലയിൽ പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന ആരോപണം മമ്മൂട്ടി നിഷേധിച്ചു. സിനിമാ രംഗത്ത് ശക്തി കേന്ദ്രങ്ങളില്ല, അങ്ങനെയൊന്നും നിലനിൽക്കാൻ പറ്റുന്ന രംഗമല്ല സിനിമയെന്നും മമ്മൂട്ടി പ്രതികരിച്ചു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സ്വാഗതം ചെയ്യുന്നു. അവ നടപ്പാക്കാൻ സിനിമാ മേഖലയിലെ എല്ലാ കൂട്ടായ്മകളും വേർതിരിവുകളില്ലാതെ കൈകോർത്ത് നിൽക്കേണ്ട സമയമാണിത്. പോലീസ് സത്യസന്ധമായി അന്വേഷിക്കട്ടെ എന്നും മമ്മൂട്ടി വ്യക്തമാക്കി. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രായോഗികമായ ശുപാർശകൾ നടപ്പാക്കണമെന്നും അതിന് നിയമതടസ്സങ്ങളുണ്ടെങ്കിൽ ആവശ്യമായ നിയമനിർമ്മാണം നടത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ വാർത്തയോടുകൂടി ഇന്നത്തെ BMC ന്യൂസ് ലൈവിൽ മലയാളം വാർത്തകൾ പൂർണ്ണമാകുന്നു. ശുഭരാത്രി.